ഫീലിംഗ് ഉള്ള ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഫീലിംഗ് കണ്ട ഒരു ഫീൽ ഉണ്ട്. നമ്മ ഇതിനു മുമ്പ് ഈ ഒരു സംവിധാനം എനിക്ക് വല്ല പരിചയമില്ല. അപ്പൊ സംവിധാനന്റെ ഇതിനു മുമ്പ് കണ്ട സിനിമ മറ്റേ ഷെയ്നിക്കിന്റെ ഒരു പടമാണ് ഭൂതകാലം, ഒരു ഹൊറർ മൂവി ആയിരുന്നു. ആ ഒരു ലെവലിൽ വെച്ചാണെങ്കിൽ പേടിക്കാനായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഇന്നത്തെ കാലത്ത് നമ്മ ഈ കളർ സിനിമയൊക്കെ കണ്ടു തന്നെ ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്തുകൊണ്ടാണ് ചിത്രീകരിച്ചെന്നൊരു ചിന്ത ആദ്യം ഒരു 10 മിനിറ്റിൽ നമുക്ക് തോന്നി. പക്ഷേ ഒരു പുരാതന കാലമാണ് കാണിക്കണം. അപ്പം എന്തുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതിൽ അടിപൊളിയായിട്ട് തോന്നണത്. സംഭവം കൊള്ളാം. പിന്നെ ഇതിൻ്റെ BGM കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ സിനിമയിലെ കണ്ടിട്ടുള്ള ഒരു ഹൊറർ മൂവി അല്ല. നമുക്ക് നമ്മളെ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ ഇടയിലുണ്ട്, തൃശ്ശൂർ ഞാനെങ്കിൽ എടുക്കുകയാണ്. അതേപോലെ മലയാള ഫിലിം ഇൻഡസ്ട്രി മമ്മൂക്കായി ഏറ്റെടുക്കുന്ന പോലത്തെ ഒരു ഇതാണ്. കാരണം മമ്മൂട്ട ഈ അടുത്തിറങ്ങിയ എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പം ഇതിലും ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇതിൽ കൂടുതലും നമ്മളെ കാണിക്കുന്നത്. എന്തുകൊണ്ട് കൊള്ളാം. മമ്മൂട്ടിയോടുള്ളൊരു ആരാധന കൂടിപ്പോണ പോലത്തെ ഒരു ആക്ടിങ് ആണ് അതിൽ കൊടുത്തേക്കണത്. പിന്നെ എന്തായാലും ഇതേപോലത്തെ സിനിമകൾ മലയാളത്തിൽ മാത്രമല്ല എന്തായാലും ഇതേപോലത്തെ സിനിമകൾ ഇറങ്ങണം. കാരണം ഒരു പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കാണുന്ന പോലെ മറ്റേ വേട്ടക്കാരൻ, മറുത, പ്രേതം, ഭൂതം, അതൊക്കെ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞു കേൾക്കുന്ന ഒരു പഴങ്കഥ പോലെയാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രേതം എന്നുള്ള ഒരു മറുത ഇതൊക്കെയാണ് പടത്തിൽ വന്നേക്കണത്. എന്നാലും നല്ല അടിപൊളിയായിട്ട് ഒരു പഴയ കാലത്ത്, അതായത് 1700 1600 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു ലെവലിലുള്ള സാധനമാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കളറായിട്ട് വന്നതിനൊക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും. ഒരു പഴയ കാലത്തിൻ്റെ പണ്ടത്തെ മറ്റേ പ്രേം നസീറിൻ്റെ ഒക്കെ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീൽ വന്നുണ്ട്. കൂടുതൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്തായാലും ഒരു പഴയ മൂഡ് ഫീലിംഗ് കണ്ട ഒരു ഫീലാണ് വന്നത്. കൊള്ളാം, നല്ല അടിപൊളി എടുത്തിട്ടുണ്ട്. ഇനിയും എന്തായാലും ഇതുപോലത്തെ സംവിധാനത്തിന്റെ പടം നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി സൂപ്പർ പടം, അടിപൊളി സൂപ്പർ പടം, നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പ്രതീക്ഷമായൊക്കെ ഉണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഉഗ്രം പടമാണ്, നല്ലൊരു എന്റർടൈനർ ആണ്, ലാഗൊന്നുമില്ല. പുതിയൊരു കൺസെപ്റ്റ് പോലെ ഉണ്ട്, പടം കാണാവുന്ന. ആക്ഷൻ രംഗം സെറ്റപ്പ് ആയിട്ട് നല്ല ആക്ടിങ്. പണം ഗംഭീര പടമാണ്, നല്ല കിഴുക്കം വിഷയമാണ്. ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ സോങ്സ് അത്ര പോരായിരുന്നു, ബാക്കി എല്ലാം അടിപൊളിയാണ്. എഫക്റ്റ് കിട്ടുള്ളൂ നമുക്ക്. BGM വേണ്ട മെയിൻ ആയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും പോകും. ഇത് സിനിമ കണ്ടിട്ട് പലർക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അവാർഡ് പടമാണെന്ന് പലരും പറയണ്ട. അപ്പൊ അതിനെ കുറിച്ച് കണ്ട ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അവാർഡ് പടമായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ചാല് അവാർഡ് പടമായിട്ട് തോന്നുന്നെങ്കിൽ തന്നെ അത് ഇച്ചിരി സൈലന്റ് പടമായിരിക്കണം, എന്നാലേ ഒരു അവാർഡെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു ഇതില്ല. എന്നാ എനിക്ക് ലാഗ് തോന്നിച്ചില്ല. അങ്ങനെ തോന്നിയപ്പോ ആ BGMലെല്ലാം പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മാതിരി പടമാണ്, എല്ലാരും പോയി കാണണം. ചില ഇതിനകത്ത് മമ്മൂട്ടി പ്രായമായിട്ട് അഭിനയിച്ചിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നു. ഇത്രയും നാളും ഇച്ചിരി മാസ് ലുക്കിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ ഈ ഒരു പൈസൻ ഒരു അത്യാവശ്യം പ്രായമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നു? ഇല്ല. മമ്മൂട്ടി ഇപ്പൊ നമ്മുടെ അജിത്ത് ഉണ്ടല്ലോ, തല തമിഴില് അജിത്ത് മുടി നടപ്പിച്ചാലും നമുക്കൊരു മാസമല്ലേ തോന്നണത്. ഒരാളുടെ നരയിലും ലുക്കിലും അല്ല, അയാളൊരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ. മമ്മൂട്ടിക്ക ഓരോ ഡയലോഗും അതിനനുസരിച്ചുള്ള ചിരിയും. അപ്പോൾ തന്നെ BGM തന്നെ നമ്മ അങ്ങോട്ട് ഇരുന്ന് കൈയടിച്ചു. ആ ഒരു മൂടാണത്. അതേപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പടത്തിൽ അഭിനയിക്കണം. പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പടത്തിൽ അഭിനയിച്ച എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അർജുന അശോകൻ എങ്ങനെയുണ്ട്? അർജുന അശോകൻ ഓൾറെഡി കഴിവ് തെളിയിച്ച ഒരു കലാകാരനാണ്. പുള്ളിയുടെ അത്യാവശ്യം എല്ലാ പടങ്ങളും പുള്ളി ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രോമാഞ്ചം സിനിമയിലും ഒരു വെറൈറ്റി ക്യാരക്ടറാണ്
ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂതകാലവും ഈ പടം കൂടെ ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പറയാമോ? രണ്ട് കാറ്റഗറി പടമാണ്. ഭൂതകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലടക്കണ ഒരു ഹൊറർ ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയാണത്. ഭൂതകാലം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വർഷം നമ്മളെ പുറകെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണിത്. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ രണ്ടുപേരെ സംവിധായകൻ്റെ ആണെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായുള്ള പടമാണ് ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തായാലും കാണും പോയി. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഫാമിലീസിനും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നത് പഴയ ഒരു തലമുറകൾക്കായിരിക്കും. അതായത് പണ്ടത്തെ നമ്മുടെ അപ്പൂപ്പനമ്മമാര് പറഞ്ഞേക്കുന്ന ഒരു പഴങ്കഥയുണ്ട്. ആ ഒരു ഇത് നമുക്കൊരു വിഷ്വലായി നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത്രയും കളറും ഇത്രയും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫിലിമൊക്കെ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓക്കെ മാറി. കാരണം അതിന്റെ എന്തുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം. മറ്റേ BGM കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പർ പക്കയാണെന്ന് 2-3 പേര് പറഞ്ഞായിരുന്നു. BGM എങ്ങനെ ഇഷ്ടപ്പെട്ടു? BGM അടിപൊളിയാണ്. കാരണം നമുക്കൊരു ട്രാൻസ് മൂഡ്, ഒരു ട്രാക്ക്, അങ്ങനത്തെ ഒരു ക്യാമ്പസ് ചിത്രത്തിൽ വന്ന ഒരു BGM എങ്ങനെ ഉണ്ടാവും അതേപോലത്തെയാണ് ഈ ഒരു ഹൊറർ ഫിലിമിൽ കൊണ്ടുവന്നേക്കണത്. BGM കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അർജുന അശോകൻ എങ്ങനെയുണ്ട്? മമ്മൂട്ടിയുടെ ഒപ്പം പിടിച്ചിരിക്കണ്ട? മമ്മൂട്ടിയുടെ ഉള്ള സീനിൽ മമ്മൂട്ടിനാണ് സ്കോർ ചെയ്യുന്നത്. ഈ ദ്രോണ സിനിമ ഉണ്ടല്ലേ മമ്മൂട്ടിയുടെ, ആ ദ്രോണയുടെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെന്താ തോന്നണത്? ആ പടം അപ്പോഴത്തെ ഇതും വെച്ച് നോക്കണമെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പടം അത്ര ഒരു മാസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പടം ഒട്ടും മോശമാണെന്നല്ല ഞാൻ പറയണത്. ഈ ഒരു പഴയ കാലത്ത് ഇറങ്ങിയ അനന്തഭദ്രം സിനിമ ഉണ്ടല്ലേ, അതിലെ ദിഗംബരൻ ആ ഒരു പേടിപ്പിക്കണ ഇല്ല അങ്ങനത്തെ ഒരു കൂടി ഇല്ല പടത്തില്. കാരണം ഇല്ല അങ്ങനത്തെ ഒരു ഇതില്ല. മമ്മൂക്ക് പകരം ലാലേട്ടനാണ് അഭിനയിച്ചെന്നുണ്ടെങ്കിൽ ഈ പടം ഇത്രത്തോളം ഹിറ്റ് ആവുന്ന തോന്നുന്നുണ്ട്. അതിപ്പോ മമ്മൂട്ടിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും നല്ലപോലെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. പിന്നെ മമ്മൂട്ടി മറ്റേ ഇത്രയും പ്രായമുള്ളൊരു വേഷം ചെയ്തിട്ട് അടിപൊളിയാണ്. മോഹൻലാലിന് അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. നല്ല മമ്മൂട്ടി അടിപൊളിയായിട്ട് നല്ല കിണ്ണനായിട്ട് സംവിധായകന്റെ കഥാപാത്രത്തിനെ തിരഞ്ഞെടുത്തേക്കുന്നത് കറക്റ്റ് ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. പൊതുവെയുള്ള റിവ്യൂവും എല്ലാം നല്ല റിവ്യൂവും കണ്ട് നല്ല പടമാണ്. അപ്പൊ ഇതിലൊരു ഫീമെയിൽ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് സിദ്ധാർത്ഥൊക്കെ നാളെ ശേഷമാണ് ഒരു പടത്തിലേക്ക് വരുന്നത്. അത് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉള്ളൊരു പടം. ഞാൻ തൊട്ടും പ്രതീക്ഷയിലായിരുന്നു പുള്ളിക്ക് ഇന്നെ ഇത് എത്ര അഭിനയിക്കാൻ പറ്റുമെന്നും. കാരണം കുറെ നാളായില്ലേ. പക്ഷെ അതൊന്നുമില്ല കേട്ടോ പടത്തില്. നല്ല കിണ്ണം പടം, നല്ല എല്ലാവരും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. പാട്ടൊക്കെ എന്റെ കൊണ്ട് പാട്ടൊക്കെ രക്ഷയില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് അത്രയും നല്ല ബീറ്റും നല്ല എഫക്റ്റ് ഒക്കെ കൊണ്ട് തിയേറ്ററിൽ നിന്ന് തുള്ളിപ്പോവും. അതെന്ന് ഒരു ട്രാക്ക് കേൾക്കൂലേ, നമ്മിപ്പോ പുറത്ത് പോയൊരു പാർട്ടി അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ആ ഒരു മൂഡാണ് പടത്തില്. അങ്ങനത്തെ ഒരു പാട്ടില് ഒരു മിക്സ് കയറ്റി ട്രാക്ക് അങ്ങനെ കയറ്റി വിട്ടാൽ അങ്ങനെ ഉണ്ടാവും. പൊള്ളി മൂഡ്, ആ സാധനം കൊള്ളാം, അലക്കനാണ്. പാട്ട് കേട്ടിട്ട് തിയേറ്ററിൽ കയറി തുള്ളാല അല്ല അതന്നെ തിയേറ്ററിൽ കയറി തുള്ളാൻ, അതങ്ങനെ തന്നെ പറയാം. പടം 10-ൽ 10. മമ്മൂട്ടിയുടെ ഹൊറർ മൂവി എന്നുള്ള ഇതില് എനിക്ക് ഈ പടമാണ് ഇഷ്ടപ്പെട്ട. പിന്നെ മമ്മൂട്ടിയുടെ എല്ലാ പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല നല്ല ഇതിനേലും നല്ല മികച്ച പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഹൊറർ മൂവിയിൽ ഓക്കെയാണ് ഈ പടം. നല്ല നല്ല അടിപൊളി പടം. ഈ 2 പടം ഞാൻ കണ്ടാണ്. അതിന്റെ മുമ്പിൽ എന്തായാലും പിടിച്ചിരിക്കും. ഈ 2 പടം ഞാൻ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഫാൻ ഷോക്ക് പോയി ഞാൻ കണ്ടാണ്. ആ പടം എന്തായാലും നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. ഇതിപ്പോ എന്താണെന്നറിയാൻ പാടില്ല. ഈ പ്രാവശ്യം പ്രേമമില്ല, ഹൊററിലേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കൊള്ളാം, നൈസാണ്. റോസാപ്പൂവിനൊപ്പം പ്രേതമാണ്, അങ്ങനെ തന്നെ പറയാ. റോസാപ്പൂവിന് പകരം പ്രേതമാണ്. അതായത് പ്രേതം വേണ്ട, കാലനിരിക്കട്ടെ. എല്ലാത്തിലും കാലം പറയണ്ടല്ലോ, അപ്പൊ ഇതിനകത്തിരിക്കട്ടെ ഒരു കാലൻ.